ഒരുപക്ഷെ അവള് ചെയ്തതെല്ലാം നന്ദേട്ടനെ അവളുടെ മുൻപിൽ എത്തിക്കാനുള്ള അടവുകൾ മാത്രമായിരിക്കും. അറിഞ്ഞു വെച്ച് നമ്മൾ അതിലൊന്നും ചെന്ന് ചാടാൻ പാടില്ല. അവിടെ വെച്ച് നന്ദേട്ടൻ എന്ത് സംഭവിച്ചാലും പുറം ലോകം ഒന്നും അറിയാനും പോകുന്നില്ല. അതിനുള്ള ധൈര്യം അവർക്കുണ്ടോ? നന്ദന്റെ ജീവിതം അവസാനിപ്പിച്ചിട്ട് അവർക്ക് എന്ത് നേടാനാ? അവളുമായിട്ടുള്ള ഇടപാട് അങ്ങനെ കൊടുത്തും വാങ്ങിച്ചും തീർക്കാവുന്നതല്ലോ. ജീവിതകാലം മുഴുവൻ അവരുടെയും നമ്മുടെയും ജീവിതത്തിൽ അത് നിലനിൽക്കും. പക്ഷേ ഇപ്പൊ അവള് പാതാള ഗണപതി വെച്ച് കളിക്കുന്ന കളിയുണ്ടല്ലോ, അതെനിക്ക് അവസാനിപ്പിച്ചേ പറ്റൂ. അതല്ലെങ്കിൽ നമ്മുടെ മോളുടെ ജീവിതത്തെ പോലും അത് കാര്യമായിട്ട് ബാധിക്കും. ഇപ്പൊ തന്നെ വിപിന് അതേക്കുറിച്ച് ചില സംശയങ്ങളുണ്ട്. ഇനി ഒരിക്കൽ പോലും മധുക്കരയിൽ നിന്നൊരാൾ പോലും ഇങ്ങോട്ട് വരരുത്. താൻ ടെൻഷനൊന്നും ആവണ്ട. 18 വർഷം ഞാൻ അവിടെ ജീവിച്ചതല്ലേ. ഇവിടുന്ന് പോകുന്ന പോലെ തന്നെ ഈ നന്ദൻ തിരിച്ചു വരും. പ്രതാപ്, ഞാനൊന്ന് പറയട്ടെ. വേണ്ട, നീ പറഞ്ഞതൊക്കെ തൊണ്ട തൊടാതെ വിഴിഞ്ഞതോടാ എനിക്ക് കയറി വന്നത്. നിന്നോട് ഞാൻ സ്വർണം തിരിച്ചു ചോദിച്ചോടി ഇല്ലല്ലോ. അത് കയ്യിൽ തിരിച്ചു കിട്ടുകൊണ്ടാണ് ദിവ്യയുടെ വീട്ടുകാരുടെ മുമ്പിൽ ഒന്ന് ആളാവാൻ വേണ്ടി ഞാനത് അങ്ങോട്ട് കൊടുത്തത്. എന്നിട്ട് ഒടുക്കം കുടുംബം മൊത്തത്തിൽ നാറി. തൂക്കിക്കൊല്ലം വിധിക്കുന്ന പ്രതിക്കും അവസാനമായിട്ട് സ്വന്തം മനസ്സ് തുറക്കാൻ ഒരു അവസരം കിട്ടുമല്ലോ. ആ ഒരു അവസരം എനിക്കും വേണം. ഞാൻ ബാങ്കിൽ പ്രെഡ് ചെയ്തതും തിരികെ എടുത്തു തന്നതും പ്രതാപ് എന്റെ കൈ തന്ന സ്വർണം തന്നെയാ. അതിൽ തിരിമറി കാണിച്ച് സ്വയം ബലിയാടാവാൻ വീട്ടിയല്ല ഞാൻ. പ്ലീസ്. വിഡ്ഢിയല്ല, നിന്റെ അതിബുദ്ധി അതാ കുഴപ്പമായത്. ഞാനൊന്ന് പറയട്ടെ പ്രതാപ, ഒരു താലിച്ചരടിന്റെ പോലും ബന്ധമില്ലാതെ സ്വന്തം ഭാവിയും കരിയറും കളഞ്ഞാണ് ഞാൻ നിങ്ങളോടൊപ്പം നിൽക്കുന്നത്. ജോലിയും കൂലിയും ഇല്ലാതെ സ്വന്തം കുടുംബത്തിൽ നിന്നും കാൽ കാശിന്റെ പോലും സഹായം ഇല്ലാതെ നട്ടം തിരിഞ്ഞു നടന്നപ്പോ കൂടെ കൂട്ടിയതും സംരക്ഷിച്ചതും ഈ റാണിയാ. ഒടുവിൽ നിങ്ങൾ വരുന്നതും കാത്തിരുന്ന എന്നെ തേടി വന്നത് നിങ്ങളുടെ ഒരു ഫോൺ കോളാ. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു പെണ്ണിനെ താലി കെട്ടേണ്ടി വന്നൂല്ലോ. മനസ്സ് മരവിച്ചിരുന്നതല്ലാതെ നിങ്ങളെ ഞാൻ കുറ്റപ്പെടുത്തിയില്ല. അത് കഴിഞ്ഞും നിങ്ങൾ എന്നെ വിളിച്ചപ്പോഴെല്ലാം ഞാൻ ഓടി വന്നു. അതൊക്കെ വലിയ മോഹങ്ങളൊന്നും മനസ്സിൽ വെച്ചോണ്ടായിരുന്നില്ല, നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടായിരുന്നു. റാണി, ഞാൻ വേണ്ട പ്രതാപ, നിങ്ങൾ ചതിക്കാനും നാണം കെടുത്താനും ആയിരുന്നെങ്കിൽ എനിക്കതിനിങ്ങനെ ഒരു വളഞ്ഞ വഴിയുടെ ആവശ്യമില്ലായിരുന്നു. പിന്നെ എങ്ങനെ ഇത് സംഭവിച്ചു? ദിവ്യയുടെ ലോക്കറിയിരുന്ന സ്വർണം എങ്ങനെ മുക്കൊണ്ടുപോയി? അത് ദിവ്യപ്രഭയോട് ചോദിക്കണം. പ്രതാപനറിയാതെ അവൾ അച്ഛനെ സഹായിച്ചതാണെങ്കിലോ? ഇല്ല, ദിവ്യ ഞാൻ അറിയാതെ ഒന്നും ചെയ്യില്ല. ഓ, അപ്പോ ഭാര്യ പരിശുദ്ധയും പുണ്യാളത്തെയും, നമ്മൾ അഴിഞ്ഞാട്ടക്കാരിയും തട്ടിപ്പുകാരിയും. അങ്ങനെ അല്ല റാണി, ഇതെങ്ങനെയാ സംഭവിച്ചതെന്ന് കണ്ടുപിടിക്കണ്ടേ? നിങ്ങളുടെ വീട്ടിൽ വേറെ ആൾക്കാരില്ലേ? പണം വേണ്ടാത്തത് ആർക്കാ പ്രതാപ? എനിക്കും സംശയമുണ്ട്. അവനെ, എന്റെ അനിയൻ ആ പ്രവീൺ പരമേശ്വരനെ എവിടെങ്കിലും വെച്ച് അവനെ ഞാൻ പൂട്ടും. ഞാനേ പെട്ടെന്നുണ്ടായ ദേഷ്യത്തിന് ഒന്ന് തല്ലിയതാ, അതങ്ങ് മറന്നുകളാ. ഹോസ്പിറ്റലിൽ വന്നൊരു ചെക്കപ്പായിരുന്നു ശരിക്കും വേണ്ടിയിരുന്നത്. കാല് നിലത്ത് കുത്തി നടക്കാൻ വയ്യ ഡോക്ടറെ.
സ്കാൻ ചെയ്യാതെ കാര്യമായിട്ടൊന്നും പറയാൻ പറ്റില്ല. എന്തെങ്കിലും അസ്വസ്ഥത തോന്നുന്നുണ്ടോ? എനിക്കങ്ങനെ ഒന്നും തോന്നുന്നില്ല. കാലിലെ വേദന കൊണ്ട് ഇനി അറിയാത്തതാണോ? അല്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ കിടക്കുവോ? അതും ഈ പ്രായത്തിലെ ഗർഭം. ദൈവാനുഗ്രഹം ഉണ്ടെന്ന് തന്നെ പറയാം. ഇപ്പൊ സംഭവിച്ചത് ഒരു കരുതലെ കണ്ടാ മതി. താൻ മാത്രമല്ല, തന്റെ കൂടെ മറ്റൊരു ജീവൻ കൂടി ഉണ്ടെന്ന് കരുതണം. കുറച്ചു ദിവസം ബെഡ് റെസ്റ്റ് നിർബന്ധമായും വേണം. ഇപ്പൊ കഴിക്കുന്ന മെഡിസിൻ തന്നെ തുടർന്നാ മതി. കാലിപ്പുരട്ടാൻ ഞാനൊരു ഓയിന്റ്മെന്റ് തരാം. സുഭദ്രാമ്മയുടെ ഒരു ശ്രദ്ധ വേണം കേട്ടോ. കൊച്ചുകുട്ടി അല്ലെന്നൊന്നും കരുതിയിട്ട് കാര്യമില്ല. ഹാപ്പി ആയിട്ടിരിക്കെ. ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് എന്നെ സംബന്ധിച്ചും സംഗീതയുടെയും അനുമോളുടെയും കാര്യത്തിൽ അത്യപൂർവമായ നിമിഷങ്ങളാ വരാൻ പോകുന്നത്. അനു 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 വാ, വേഗം വാ. വാ വാ വാ. എന്താമ്മ? വാ. എന്താമ്മ? അതെ, മോക്ക് വേണ്ടി കൊണ്ടുവന്നതാ മസാല ദോശ. അയ്യോ, ഹായ്. മസാല ദോശ തന്നെയാണോ? അതെന്നെ പറ്റിക്കാണോ? എന്നത് തുറന്നു നോക്ക്. അങ്ങോട്ടിരുന്നേ. കഴിച്ചോ, കഴിക്ക. അയ്യോ, ഞാൻ എടുത്തു തരാലോ. ഇതിനെ ചൂട് കുറവാ. അമ്മേ, അതിങ്ങെടുത്തേ. ദാ, ഇതിന് നല്ല ചൂടാ. ദാ, കഴിക്ക. നല്ല ചൂടാ. പ്രതാപേട്ടന് ബുദ്ധിമുട്ടായോ? ഒരു കോഴ്സിന് ആദ്യമായിട്ട് ചേരാൻ പോവായതുകൊണ്ടാ അമ്പലത്തിൽ വരണമെന്നൊരാഗ്രഹം ഞാൻ പറഞ്ഞത്. കാര്യമൊക്കെ ശരി തന്നെ. നിന്നെ ഞാൻ ഈ കമ്പ്യൂട്ടർ കോഴ്സിന് വിടാൻ തീരുമാനിച്ചത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. ആ ഉള്ള പ്രവീണിനെ പേടിച്ചിട്ടൊന്നുമല്ല. നീ പഠിച്ചെന്തെങ്കിലും ജോലി നേടി അതുകൊണ്ട് ജീവിക്കേണ്ട ഗതികേടും പ്രതാപനില്ല. ജോലിയും കൂലിയില്ലാതെ സദാ നേരം അവൻ വീട്ടിൽ ഇരിപ്പുണ്ട്. ചേട്ടത്തിൽ നിന്നൊക്കെ വിളിക്കുന്നെങ്കിലും അവന്റെ ഉള്ളിലിരിപ്പ് വേറെയാ. അവന്റെ സാന്നിധ്യം പോലും നിനക്കുണ്ടാവാതിരിക്കാനാ ഇപ്പൊ പഠിക്കാൻ വേണ്ടുന്നത്. എനിക്കറിയാം എന്റെ കാര്യത്തിൽ പ്രതാപേട്ടനുള്ള പൊസസീവ്നെസ്. എനിക്കതുണ്ട്. നിന്നെ ആരെങ്കിലും നോക്കുന്ന പോലും എനിക്കിഷ്ടമല്ല. അവനെ പോലെ കണ്ട പെണ്ണുങ്ങളുടെ പിന്നാലെ നടക്കുന്നവനല്ല പ്രതാപൻ. നിന്നെ പഠിക്കാനയച്ചത് അബദ്ധമായോ എന്നുള്ള ചിന്ത എനിക്കുണ്ട്. അവിടെ ആരുമായിട്ട് ഒരു ചങ്ങാത്തവും വേണ്ട. നിന്നെ ഞാൻ കൊണ്ടുവിടും, അതുപോലെ വിളിച്ചോണ്ട് വരും. അതിനേക്കാളും വലിയൊരു ഭാഗ്യം എനിക്കുണ്ടോ? ഈ പറച്ചിലൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ അങ്ങോട്ട് പറഞ്ഞതിന് എന്തെങ്കിലും വീഴ്ച നീ വരുത്തിയ അന്ന് നിന്റെ പഠിപ്പ് ഞാനങ്ങ് നിർത്തും. എന്നെ പറ്റി അങ്ങനെയാണോ പ്രതാപേട്ടൻ കരുതിയിരിക്കുന്നത്? സങ്കടമുണ്ട്. എന്തു പറ്റി? അയ്യോ മോളെ, മോളെ എന്താ? എന്തു പറ്റി? എന്താ മോളെ? അയ്യോ അൻകുട്ടി, എന്തു പറ്റി? ലക്ഷ്മി, ലക്ഷ്മി, ആരുമില്ലേ ഇവിടെ?
അച്ഛാ എന്തു പറ്റില്ല? അനുമോള് ഛർദിക്കുന്നു. ഇവിടെ ആരുമില്ലേ? എന്താ ഇത്? മോളെ വേഗം ആട്ടെ, ഇത്തിരി വെള്ളം എടുക്ക്. ശ്ശോ. അനു എന്തു പറ്റിയാവോ? എടി വെള്ളം വേഗം കൊണ്ടുപോവാ. മോളെ അതാ ഈ ലക്ഷ്മി എവിടെ? അനു മോളെ വെള്ളം കുടിക്ക്. വെള്ളം കുടിക്ക്. കുടിക്ക്. എടി തടവി കൊടുക്കൂ. അനു മോളെ അയ്യോ ശില്പിനെ വിളിക്ക്. ലക്ഷ്മി ലക്ഷ്മി എവിടെ? അനു അയ്യോ കുട്ടിക്ക് എന്താ പറ്റിയ? എന്താ കഴിച്ചത് മോളെ? എന്താ കഴിച്ചത്? എന്താ ഇത്? അനു ലക്ഷ്മി അനു എന്താ പറ്റിയേ? എന്താന്നറിയില്ല, നിർത്താതെ വോമിറ്റ് ചെയ്തോണ്ടിരിക്കുക. ഫുഡ് പോയ്സൺ ആണെന്ന് തോന്നുന്നു. അല്ല, ഫുഡ് പോയ്സൺ ആവാൻ ചാൻസ് ഇല്ല. പ്രഗ്നൻസിയുടെ എന്തെങ്കിലും ആയിരിക്കും. അതെ അളിയിപ്പം വരും. കുറച്ച് ചൂടുവെള്ളം കൊടുക്കാൻ പറഞ്ഞു. വേഗം എടുക്ക്. അയ്യോ ചേച്ചി, ഞാൻ എടുക്കാം. മോളെ തടവ്. എന്റെ ദൈവമേ, എന്താവും? എന്താ മോളെ കാണുന്നത്? അവള് ഛർദിക്കല്ലേ ചെയ്യുന്നത്? എന്താ ഇങ്ങനെ വരാൻ? അഭൂഷണവെള്ള മരുന്നല്ലേ മോള് കൊടുത്ത്? അവള് ഒമിറ്റ് ചെയ്യുന്നതിന് ലക്ഷ്മി അമ്മ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? അവള് ഛർദിക്കട്ടെ. എന്റെ മോളെ, അവള് ചത്തുപോയാലേ നമ്മളെല്ലാം കുടുങ്ങും. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. ലക്ഷ്മി അമ്മയ്ക്ക് പേടിയുണ്ടോ? അതെ, അബോഷം പോലെയല്ല ഒരാളെ കൊല്ലുന്നത്. ഹോസ്പിറ്റലിൽ തീരേണ്ടത് പോലീസ് സ്റ്റേഷനിലും പിന്നെ കോടതിയിലും പിന്നെ ജയിലിലും എത്തും. അതിന് ലക്ഷ്മി അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. എല്ലാ തെറ്റും ചെയ്തത് ഞാനല്ലേ. ലക്ഷ്മി അമ്മയെ ഞാനിതിലേക്ക് വലിച്ചഴയ്ക്കാനൊന്നും പോകുന്നില്ല. എനിക്കെന്ത് സംഭവിച്ചാലും ലക്ഷ്മി അമ്മയുടെ ദേഹത്ത് ഒരു തരി മണൽ വീഴാൻ ഞാൻ സമ്മതിക്കത്തില്ല. ധൈര്യമായിട്ട് അങ്ങോട്ട് ചെന്ന് ആശ്വസിപ്പിക്ക. ചെല്ലേ ലക്ഷ്മി അമ്മ. അയ്യോ മോള് നോക്കി, അവള് പിന്നെ ഛർദിക്കുക. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലേ മസാല ദോശ കഴിച്ച കാര്യം അവൾ എന്തായാലും പറയും. വലിയ കുഴപ്പത്തിലേക്കാ പോകുന്നത്. എനിക്ക് ഒരു ധൈര്യമില്ല. എന്റെ കൈയും കാലും ഒക്കെ വിറയ്ക്കുക. അബോട്ടായാലും അങ്ങോട്ടല്ലേ കൊണ്ടുപോകുന്നേ? നിനക്കെല്ലാം നിസ്സാരമാണോ? അബോട്ടായാലേ നമുക്ക് മറ്റെന്തെങ്കിലും കാര്യം പറയാം. അല്ല, നിനക്കൊരു പേടിയില്ലേ? എനിക്കൊരു പേടിയുമില്ല. എന്റെ അച്ഛൻ DYSP. മോൾക്ക് എന്തെങ്കിലും പറ്റിയ അച്ഛൻ അത് സഹിക്കാൻ പറ്റില്ല. ആ ധൈര്യം എനിക്കുണ്ട്. എന്റെ ദൈവമേ, ഈശ്വര. ലക്ഷ്മി അമ്മേ, പേടിക്കാൻ നിൽക്കുക. അത് മെഡിസിന്റെ റിയാക്ഷൻ ആവും. അത് ഛർദിച്ച് ഗർഭം കലക്കാനുള്ള മെഡിസിൻ അല്ല ഞാൻ കൊടുത്തത്. അങ്ങനെ ഒരു മെഡിസിനും ഇല്ല. അത് കുറച്ച് കഴിയുമ്പോ അങ്ങ് നിൽക്കും. വിപിൻചേട്ടന് അത്ര നിർബന്ധമാണെങ്കിൽ അമ്മ കൂടി വരട്ടെ. എങ്കിൽ പിന്നെ ഇവിടെ തന്നെ താമസിച്ചാൽ മതിയായിരുന്നല്ലോ. അനു, കാര്യങ്ങൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കണം. ഞാൻ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് മനസ്സിലാക്കണം. എന്തിനും ഏതിനും എന്നോട് തർക്കുത്തരം പറയുന്നത് ശരിയല്ല. എനിക്കും അനുവിനും നമ്മുടെ കുഞ്ഞിനും വേണ്ടിയാ ഞാൻ ഈ പറയുന്നത്.
സംഗീത താൻ എന്തേ കാണിക്കുന്നത്? എത്ര നേരം നന്ദേട്ടാ ഞാൻ എന്തോ വലിയ രോഗം ബാധിച്ചതുപോലെ കിടക്കുന്നത്. ഒന്ന് ബാത്റൂമിൽ പോകാൻ പോലും നന്ദേട്ടന്റെയോ സാവിത്രി ചിറ്റയുടെയോ സഹായം വേണം. സാവിത്രി ചിറ്റ മിക്കവാറും ഉറക്കത്തിലാവും. എന്തെങ്കിലും കാര്യത്തിന് കുറച്ച് സമയമല്ലേ ഞാനിവിടെ ഇല്ലാതുള്ളൂ. എന്നുവെച്ച് എനിക്ക് എപ്പോഴും ഇങ്ങനെ കിടക്കാൻ പറ്റുമോ? നടന്നത് മതി, വാ വന്ന് കിടക്ക്. കുറച്ചു നേരം ഞാനിങ്ങനെ നന്ദേട്ടന്റെ നെഞ്ചു ചാരി നിന്നോട്ടെ. തനിക്ക് ചാരാനില്ല. ഇതെന്താ ടൈറ്റാനിയത്തിലെ നായകനെ നായികയെ പോലെ ഒരു ലവ് സീൻ? അത് പിന്നെ ഞാൻ സംഗീതം ഒന്ന് നടത്തി പരിശീലിപ്പിക്കുക. അതുകൊള്ളാം. ഇങ്ങനെ നിർത്തിയിട്ടാണോ പരിശീലിപ്പിക്കുന്നത്? എന്റെ സാറേ, ചേച്ചിയുടെ കൈ പിടിച്ച് മുന്നോട്ടങ്ങ് നടത്തിക്ക്. വീഴാൻ പോയാ സാറിന് പിടിക്കാനും പറ്റും. പവിഴം, നീ അത് അവിടെ വെച്ചിട്ട് പോ. എന്ത് വേണമെന്ന് ഞങ്ങൾക്കറിയാം. പിടി. കേട്ടില്ലേ, മാഡം ഒന്ന് വിളിച്ചവളാ. സീൻ മാറിയപ്പോ ചേച്ചിയായത്. വന്ന് കിടന്നെങ്കിൽ ഇത് വല്ലതും കേൾക്കണമായിരുന്നു. കുറച്ചു നേരം ഒന്ന് നടക്കട്ടെ. ജോലികളൊന്നും ചെയ്യരുതെന്നേ ഡോക്ടർ പറഞ്ഞിട്ടുള്ളൂ. കുറച്ച് നടക്കുന്നതൊക്കെ നല്ലതാ. കണ്ടില്ലേ, എനിക്കിപ്പോ ബുദ്ധിമുട്ടൊന്നുമില്ല. നന്ദേട്ടന്റെ കൈ ഉണ്ടെങ്കിൽ എത്ര ദൂരം വരെയും ഞാൻ നടക്കും. ഡോക്ടർ, അതെ, ഞാനും കൂടി വന്നോട്ടെ. നീലിമ ഡോക്ടറുടെ കാർ എവിടെ? അത് സർവീസ് കഴിഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുപോയി. അല്ല, വേറൊരു കാർ എന്തിനാ? രണ്ടുപേരും ഒരു സ്ഥലത്തേക്കല്ലേ പോകുന്നേ? അല്ല, അങ്ങോട്ടല്ലേ ഒരു വണ്ടിയിൽ പോകാൻ പറ്റും, തിരിച്ചു വരാൻ പറ്റത്തില്ലല്ലോ. ഞാനൊരു ടാക്സി പിടിച്ച് പോരും. പെട്ടെന്ന് ചെല്ല്, വിപിന് തിരക്കുള്ള ദിവസം. ചെല്ല് നീലിമേ. ലോക പരാജയം. അതെ, ഈ ഓസിനുള്ള ലിഫ്റ്റ് അടി അത്ര നല്ല കാര്യമല്ലല്ലോ. വിപിൻ ചേട്ടനൊട്ടും ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല. ലിഫ്റ്റ് വെച്ചാൽ പറ്റില്ല എന്ന് പറയാൻ വിപിൻ ചേട്ടന് കഴിയില്ലല്ലോ. അതുകൊണ്ടാണല്ലോ കുളിച്ചു വീഴാൻ മുന്നോട് ശ്രീകോലിക്കാർ താമസമാക്കിയത്. ഇങ്ങോട്ട് മാറി. അനുക്കുട്ടി ഇങ്ങ് വന്നേ. ഈ മനുഷ്യന്റെ നാവിന് ലൈസൻസ് ഇല്ല. മോള് വാ. ഇതവളുടെ ലക്ഷ്യം വേറെ. എന്റെ അളിയനാരാ മോൻ, ഇതേക്കൂല്ല. കുറച്ചു നാളുകളെ ആയിട്ടുള്ളൂവെങ്കിലും ഒരു അമ്മയുടെ സ്നേഹവാത്സല്യം ഞാൻ അനുഭവിച്ചത് ലക്ഷ്മി അമ്മയിൽ നിന്നാ. ഡോക്ടറെ മോഹിച്ചിട്ട് കിട്ടാത്തതിന്റെ പക അനുവിനോട് തീർത്തതാണെന്ന് ഡോക്ടറും കരുതിക്കൂ. പക്ഷേ ആ പാവ അമ്മ എന്ത് പഴച്ചു? ഫുഡിൽ നിന്ന് സംഭവിച്ചതാവാം. എനിക്കും അങ്ങനെയാ തോന്നിയത്. അബോർഷനാണ് എന്റെ ഉദ്ദേശമെങ്കിൽ അനുവിന് അത് സംഭവിച്ചോ? ഒരു ഡോക്ടറായ എനിക്കറിയാം അബോർഷനുള്ള മെഡിസിൻ എത്ര അളവ് ഉള്ളിൽ പോണമെന്ന്. ഞാനാണത് ചെയ്തതെങ്കിൽ അനുവിന് അവളുടെ കുഞ്ഞിനെ നിമിഷങ്ങൾക്കുള്ളിൽ നഷ്ടപ്പെട്ടേനെ. നീലിമ ആരാണെന്ന് വ്യക്തമായിട്ട് അറിയാവുന്നത് ഡോക്ടർക്ക് മാത്രം.
ഒരിഷ്ടം മനസ്സിൽ കുടിയേറിയപ്പോ ഞാൻ തന്നെ എന്നെ പറ്റി എല്ലാം ഡോക്ടറോട് പറഞ്ഞു. ഡോക്ടറുടെ മുന്നിൽ കൂളായി നിൽക്കുമ്പോഴും ആ വാക്കുകൾ എന്റെ മനസ്സിനെ മുറിപ്പെടുത്തും. എന്നെപ്പോലൊരു പെണ്ണ് അതൊക്കെ സഹിക്കണം. അങ്ങനെ പറഞ്ഞ് ശീലിപ്പിച്ചിട്ടുണ്ട് ഞാൻ എന്റെ മനസ്സിന്. പോവാൻ പറഞ്ഞ പോവും. എന്നെ അവിടെ പിടിച്ചു നിർത്തിയത് ഡോക്ടറല്ല, ഡോക്ടറുടെ അമ്മയാ. സ്നേഹത്തിന്റെ സ്ഥാനം പ്രണയത്തിനും ഒരു പടി മുന്നില്. അതറിയണമെങ്കിൽ അനുഭവജ്ഞാനം വേണം. ഇനി എന്തെങ്കിലും വിശദീകരണം വേണോ ഡോക്ടർക്ക്? ഒരു തെറ്റും എന്റെ നന്ദേട്ടൻ ചെയ്തിട്ടില്ല. ഒരർത്ഥത്തിൽ കുടുംബത്തിന് മാനക്കേട് ഞാനാണ് ഉണ്ടാക്കിയത്. പക്ഷെ പഴി കേൾക്കേണ്ടി വന്നത് മുഴുവനും നന്ദേട്ടന്. അന്നു മുതൽ ഇന്നുവരെ ഇഞ്ചിഞ്ചായി നീറുകയായിരുന്നു എന്റെ നന്ദേട്ടൻ. ഇന്നമ്മ വക്കീലിനോടൊരു വാക്ക് പറഞ്ഞത് ഓർമ്മയുണ്ടോ? എന്റെ മരുമകൻ എന്റെ മരുമകനല്ല, എന്റെ മകനാന്ന്. എന്റെ നന്ദേട്ടന്റെ കണ്ണുകളിൽ ഞാൻ കണ്ടു. അത് കേട്ട് അമ്മയോടുള്ള എന്റെ നന്ദേട്ടന്റെ സ്നേഹത്തിന്റെ തീവ്രത. എന്തിനാ അമ്മേ സ്നേഹിച്ചോണ്ടിങ്ങനെ വെറുക്കുന്നത്? കാൽക്കൽ വീണ ഒരു മകൻ പൊറുക്കണമെന്ന് പറയുമ്പോ അത് ചെവിക്കൊണ്ടില്ലെങ്കിൽ ഞങ്ങൾ എന്തുമാത്രം വേദനിക്കുമെന്ന് അമ്മയ്ക്ക് അറിയൂ. ഈ വീട്ടിൽ മനസ്സമാനത്തോടെ ഞങ്ങൾക്കൊന്നും ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല അമ്മ വന്നതിന് ശേഷം. നാളെ ഈ വീട്ടിൽ പുതിയൊരു അതിഥി വരാൻ പോവുക. ഒന്നും അറിയാത്ത കുഞ്ഞിനു മുമ്പിൽ ഈ കഥകളൊക്കെ തുറക്കാതിരിക്കണമെങ്കിൽ അമ്മ ഞങ്ങളോട് പൊറുക്കണം. എന്റെ വിഷമങ്ങളെല്ലാം ഇവിടെ വന്ന് ഒരുക്കി തീർന്നു. എന്റെ മകൾ എത്ര ഭാഗ്യവതിയാണെന്ന് നന്ദനിലൂടെയാണ് ഞാൻ മനസ്സിലാക്കിയത്. താനൊന്ന് പോയേ. പോയില്ലെങ്കിൽ ഡോക്ടർ സാർ എന്ത് ചെയ്യും? സെക്യൂരിറ്റിനെ വിളിച്ച് പുറത്താക്കോ? എന്നാ പിന്നെ അതൊന്ന് കാണണല്ലോ. ഇങ്ങനെ ഒരു അമ്മ മകൾ ഗർഭം ഒന്നിച്ച് കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചതാണ്. ഇന്ന് അതങ്ങ് സാധിച്ചു. ഇന്നിങ്ങോട്ട് വരാൻ തോന്നിയ സമയം കൊള്ളാം. എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ച ദൈവത്തിന് നമോവാകം. എല്ലാവരും നേരെ കണ്ടോണേ. ഇനി ഇങ്ങനെ ഒരു കാഴ്ച ജീവിതത്തിൽ കണ്ടുവന്ന് വരുന്നത് അത്യപൂർവമായ കാഴ്ചയാണ്. വയറും താങ്ങി പിടിച്ച അമ്മയും മോള് ഇരിക്കണ ഇരിപ്പ് കണ്ടാ എന്താ പൊന്നോ. എല്ലാവരും കാണണം കേട്ടോ. അമ്മ മകൾ ഗർഭം, അമ്മ മകൾ ഗർഭം. ചേച്ചി, അതെ ഞാനിവളെ കെട്ടാനിരുന്നാണ്. എന്റെ ഭാഗ്യത്തിന് ഞാൻ കെട്ടിയില്ല. എന്റെ ദൈവമേ, കെട്ടിയിരുന്നെങ്കിൽ ഞാൻ പെട്ടുപോയത്. ചേച്ചിയുടെ അമ്മ ഗർഭിണിയാണോ? അല്ലല്ലോ. ഭാഗ്യം. എന്റെ പൊന്നു ചേച്ചി, ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതി. ഞാൻ കെട്ടിയിരുന്നെങ്കിലേ
ഈ നിൽക്കുന്ന ഡോക്ടറെ പോലെ ഇഞ്ചി കടിച്ച കുരങ്ങനായിട്ട് നിൽക്കേണ്ടി വന്നു. ഇത് ഹോസ്പിറ്റലായി പോയി. ഇറങ്ങി പോടാ. ആഹാ, ചൂടായിട്ടൊന്നും കാര്യമില്ല. ഈ പ്രായത്തിൽ അച്ഛനാവാൻ ഇറങ്ങിത്തിരിക്കുമ്പോ ആൾക്കാരുടെ പരിഹാസങ്ങളൊക്കെ സഹിക്കേണ്ടി വരുമെന്ന് ഓർക്കണമായിരുന്നു. എന്താ പറ്റിയെന്ന് അമ്മയുടെ മോനോട് തന്നെ ചോദിക്കും. എന്താടാ വിബി, ഹോസ്പിറ്റലിലല്ലേ പോയത്? ഇവള് മുഖം വീർപ്പിക്കാൻ മാത്രം അവിടെ ഒന്നും ഉണ്ടായില്ല. ഉണ്ടായില്ലേ? ചെക്കപ്പിനെന്ന് പറഞ്ഞ് വിപിൻ ചേട്ടൻ എന്നെ കൊണ്ടുപോയിട്ട് നാണം കെടുത്തില്ലേ? മരിച്ചു കളയെന്നാ തോന്നുന്നു. ചെക്കപ്പിന് പോകുന്നത് എങ്ങനെ നാണക്കേടാവുന്നേ? ഇതിനു മുമ്പും പോയിട്ടുള്ളതല്ലേ? അന്ന് ആ സ്ത്രീ അവിടെ ഉണ്ടായിരുന്നില്ല. ഇത് രണ്ടുപേരും ഒരുമിച്ച് നടത്തിയ നാടകമെന്ന് എനിക്ക് മനസ്സിലായി. അനു, നീ അറിയാത്ത കാര്യങ്ങൾ പറയരുത്. നിന്റെ അമ്മ കാണുന്ന ഡോക്ടറും ആൻ മെരിയ അവരവിടെ വന്നതിന് ഞാൻ എന്ത് പഴിച്ചു? അതാണോ കാര്യം? അമ്മയും മകളും കണ്ടുമുട്ടി. എല്ലാം അബദ്ധവശാൽ സംഭവിച്ചതാ. വിപിൻ ചേട്ടൻ ഒരു ന്യായീകരണവും പറയണ്ട. അവർക്ക് എന്നെ കാണിച്ചു കൊടുക്കാൻ തന്നെയാ വിപിൻ ചേട്ടൻ എന്നെ കൊണ്ടുപോയത്. ഇന്ന് എന്നെ പോൻ എന്തൊരു തിടുക്കമായിരുന്നു. മോളത് കാര്യമാക്കണ്ട. ഇനി അങ്ങനെ വരാതെ ശ്രദ്ധിച്ചാ പോരെ. ഇതൊക്കെ നിസ്സാര കാര്യങ്ങളല്ലേ. വിട്ടേക്കനും അവിടെ ആരൊക്കെ വരുന്നു പോന്നു. നമുക്ക് നമ്മുടെ കാര്യം നോക്കിയാ പോരെ. അങ്ങനെയൊന്നും അല്ല ഉണ്ടായത്. ഞാൻ അവരുടെ മോളാന്ന് അവിടെ ഉള്ളവരൊക്കെ അറിഞ്ഞു. അമ്മ മോളെ കണ്ട് അവരൊക്കെ അടക്കി പിടിച്ച് ചിരിക്കായിരുന്നു. സംഗീത ആരോടെങ്കിലും പറഞ്ഞോ മോളെ? കഷ്ടകാലത്തിന് ആ പ്രവീൺ അവിടെ വന്നു. ആരോ പറഞ്ഞു വിട്ട പോലെ അവൻ വന്നത്. അവനോട് വന്നിട്ടുണ്ടെങ്കിൽ മൈക്കെടുത്ത് നാറ്റിച്ചിട്ടേ പോകും. ഞാൻ ഇനി ആ ഹോസ്പിറ്റലിലേക്ക് പോവില്ല. എനിക്ക് അവിടെ പ്രസവിക്കാനും വയ്യ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? വിപി ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലല്ലേ? എന്നുവെച്ച് അവിടെ തന്നെ പ്രസവിക്കണോ? വേറെ എങ്ങും ഡെലിവറി നടക്കില്ലേ? എങ്കി മോൾ ഇനി അവിടെ പോണ്ട. വഴക്ക് തീർന്നല്ലോ. എന്റെ ഭാര്യ എവിടെ പ്രസവിക്കണമെന്ന് തീരുമാനിക്കുന്ന ഞാനാ. അല്ലാതെ ഇവളുടെ ഇഷ്ടത്തിന് തുള്ളാൻ എന്നെ കിട്ടില്ല. സഹിക്കുന്നതിന് ക്ഷമിക്കുന്നതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. അല്ല, എന്ത് കാര്യത്തിന് ഇപ്പൊ ഹോസ്പിറ്റലിൽ മാറണമെന്ന് വാശി പിടിക്കുന്നത്? ഒരു ഹോസ്പിറ്റൽ ആവുമ്പോ അവിടെ പല ആൾക്കാർ വരും പോവും. ഇവള് മാത്രം മതി എന്ന് പറയാൻ പറ്റുമോ? ഇനിയിപ്പോ വേറൊരു ഹോസ്പിറ്റലിൽ പോയി അവിടെ ആരെങ്കിലും കളിയാക്കി പറഞ്ഞാൽ ഇതേ തന്നെയല്ലേ പറയുന്നത്? സംഗീത വരുന്ന ഹോസ്പിറ്റലിൽ പോകാൻ വയ്യെന്നല്ലേ അവള് പറഞ്ഞുള്ളൂ. ഇവളെ വഷളാക്കുന്നത് അമ്മയാ. എന്തിനു ന്യായീകരിച്ചോളൂ? മോനെ, സംഗീത പ്രസവിക്കുന്നത് അവരുടെ കുഞ്ഞിനെയാ. ഇവള് പ്രസവിക്കുന്നത് ഇവളുടെ കുഞ്ഞിനെ. അതുപോലെ ദിവസവും 3-4 ഡെലിവറി അവിടെ നടക്കുന്നുണ്ട്. ആ ഡോക്ടർ പറഞ്ഞതേ ഇത് അവർക്കൊരു സെൻസേഷണൽ വാർത്ത ആക്കണമെന്നാ. അതിനും വിഭജന ഒത്താശ ചെയ്യുന്നുണ്ടാവും. പറ. അതിൽ ഞാൻ ഒരു അപമാനവും കാണുന്നില്ല. 40 വയസ്സുള്ള സ്ത്രീകൾക്ക് പ്രസവിക്കാൻ പാടില്ല.